നാളത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്ത്രീ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാക്കിലൊക്കെ കൊണ്ടുവന്ന് ഒരു വണ്ടിയിൽ ഇറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് നന്ദിനി. ഒട്ടും താല്പര്യമില്ലാതെ മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും നന്ദിനി അത് ചെയ്യുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു. നന്ദിനി ഒട്ടും താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി വിനായകനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ പറയുമ്പോൾ നന്ദിനി അതിൽ ഇടപെട്ടിട്ട് വിനായകനോട് ചെയ്യണ്ട എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ സമയം വേദ അവിടെ ഓഫീസിൽ നിന്ന് വന്നിങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിൽ വിനായകനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണല്ലോ, സത്യങ്ങളെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിനായകൻ്റെ അടുത്ത് വേദ പറയും, അതിന് വിനായകൻ ചേട്ടൻ പറയട്ടെ, മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നന്ദിനിയുടെ മുമ്പിൽ പറയൂ കേട്ടോ. അപ്പോൾ വിനായകൻ്റെ കാര്യം അറിയാലോ, വേദയ്ക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വിനായകന് മാറ്റങ്ങളാണ്, ആരും സത്യം അറിയരുത് എന്നുള്ളത്. അപ്പോൾ വിനായകൻ പറയും അതിനെന്താ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ആ ഒരു പറഞ്ഞ പണി ചെയ്യുകയാണ് കേട്ടോ വിനായകനാണെങ്കിലും. അതുപോലെ തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. മുത്തശ്ശിയാണെങ്കിലും ഓരോ പലഹാരം ഉണ്ടാക്കുന്നു, അതെല്ലാം തന്നെ കാണിക്കുന്നു. അപ്പോൾ ശ്രീ പ്രൊഡക്ട്സിൻ്റെ ദീപം തെളിയിക്കലാണ് നാളത്തെ സ്റ്റോറിയിൽ. സുധാകരൻ മാഷിൻ്റെ കയ്യിൽ ആദ്യം ദീപം തെളിയിക്കാൻ കൊടുക്കുന്ന സമയത്ത് സുധാകരൻ മാഷ് പറയും ഇതിനെല്ലാം കാരണമായത് വേദയാണ്, അതുകൊണ്ട് ആദ്യം തിരി തെളിയിക്കാൻ എന്തുകൊണ്ടും യോഗ്യത വേദയ്ക്കായിരിക്കും എന്ന് പറഞ്ഞ് വേദയ്ക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ വേദയായിരിക്കും ആദ്യത്തെ തിരി കത്തിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെയാണ്, കാരണം ശ്രീ പ്രൊഡക്ട്സിൻ്റെ ആ ഒരു ഉദ്ഘാടനമാണല്ലോ. അപ്പോൾ